കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വണ്ടിയിൽ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു സീരീസ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഇതുപോലെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരെ ഐഡിയാസ് ഇല്ലാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 3 ഐറ്റംസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്. ഇത് ടെയിൽ ടൈഡിയാണ്, എക്സ് ടൈപ്പ് എന്നൊക്കെ പറയും. ടെയിൽ ടൈഡി, പിന്നെ R15 V3ൻ്റെ വിംഗ്ലെറ്റ്, പിന്നെ നമുക്കൊരു സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. ഇതിൽ 48 LEDs ആണ്, 16 ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ബാക്കി പാർക്ക് ബ്രേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും ഒക്കെ പലർക്കും അറിയാത്തവരുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. പിന്നെ നമ്മളെ റിംഗ് ലൈറ്റിൻ്റെ ഫ്ലാഷർ ഒന്ന് ചെറിയതായിട്ട് മാറ്റം വരുത്താനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വണ്ടിയിൽ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്തായാലും സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം, വണ്ടി അയക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പാർക്ക് ലൈറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളെ റിംഗ് ലൈറ്റിലോട്ടാണ്. അത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, അതായത് ഓറഞ്ച് ലൈറ്റിന് നമ്മൾ സ്വിച്ച് വെക്കാൻ പോവാണ്. അതായത് നമ്മൾ കീ ഓൺ ആക്കിയാൽ തന്നെ ഈ റിംഗ് ലൈറ്റ് ആൾവേസ് കത്തി കിടക്കും. ഇപ്പോൾ ഈ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ ഇത് ഓഫാവും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ കീ ഓഫാക്കി കഴിഞ്ഞാൽ റിംഗ് ലൈറ്റ് കത്തൂല. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് കീ ഓൺ ആക്കുമ്പോൾ ഫുൾ ടൈം അത് കത്തി കിടക്കും. പകരം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഫ്ലാഷർ ഇടുമ്പോൾ അങ്ങനെ ഈ റിംഗ് ലൈറ്റ് മിന്നി കത്തണേ, അത് ഓഫാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ചും കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഊരിയിട്ട് സർക്യൂട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നും എന്താ അതിന്റെ പർപ്പസ് എന്നും അവസാനം കാണിച്ചു തരാം. അതിനു മുന്നേ നമുക്ക് V3ൻ്റെ വിംഗ്ലെറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് നമ്മളെ ഹെഡിന്റെ താഴെ ഒരു ബോൾട്ട് ഉണ്ട്, ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ബോൾട്ട് മാറ്റിയിട്ടുണ്ട്. സ്ക്രൂ ത്രെഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ബോൾട്ടാണ് വെച്ചിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഫുൾ ഏകദേശം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഈ വണ്ടീൻ്റെ സ്റ്റോക്ക് ടെയിൽ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലുള്ള, ഇത് ഊരി ഒഴിവാക്കിയതിന് ശേഷം എക്സ് ടൈപ്പ് ടെയിൽ ടൈഡി വാങ്ങിയിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഭാഗം ഒന്ന് കയറി നിൽക്കുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ മേലെ ഒരു ബോർഡ് ഉണ്ട്. ഈ ബോർഡിൻ്റെ മേലെ കൂടെ നമ്മൾ ഈ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ച് വെക്കും. എന്നിട്ട് അതിൻ്റെ കണക്ഷനും കൊടുക്കും. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. സ്റ്റോക്ക് ടെയിൽ ലൈറ്റ് ഊരി എടുക്കുമ്പോൾ ഇത് 3 ബോൾട്ടിലാണ് നിൽക്കുന്നത്. സാധാരണ NSൻ്റെ ടെയിൽ ടൈഡിയൊക്കെ 2 ബോൾട്ടിലാണ് നിൽക്കുക. ഇത് 3 ബോൾട്ടാണ്, 12ൻ്റെ ബോൾട്ടാണ്. അപ്പോൾ 12ൻ്റെ ടീ ഇട്ടിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ചെന്നിട്ട് നമ്മളിത് ലൂസാക്കണം. നമ്മളെ സ്റ്റോക്ക് ടെയിൽ ലൈറ്റ് ഇപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ക്ലിപ്പ് ഒന്ന് ഊരി കഴിഞ്ഞാൽ ഇതെടുക്കാം. ഒരു പച്ചയും ഗ്രേയും കണക്റ്റേഴ്സ് ഉണ്ടാവും. അത് ഇൻഡിക്കേറ്ററിൻ്റെ ആണ്. ഈ നീലയാണ് ബ്രേക്ക് ലൈറ്റ്, ഈ ചുവപ്പ് പാർക്ക് ലൈറ്റ്. അങ്ങനെ ഉണ്ടാവുക. ഇത് 2 ഊരി കഴിഞ്ഞാൽ എടുക്കാം. സ്റ്റോക്ക് ടെയിൽ ലൈറ്റ് ഇപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. ഇതിന് ഇൻഡിക്കേറ്ററും റിമൂവ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മളെ ഈ പുതിയ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ്, ആ നമ്പർ പ്ലേറ്റിനൊക്കെ വേണ്ടിയിട്ട് ഈ റിവറ്റ് അടിച്ചതുണ്ട്. അപ്പോൾ ഈ റിവറ്റ് ഊരി എടുക്കാൻ പറ്റില്ല, നമ്മളിത് കട്ട് ചെയ്ത് കളയണം. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ടെയിൽ ടൈഡിൻ്റെ ഹോള് വലുതാക്കാനും അങ്ങനത്തെ കുറച്ച് ആവശ്യങ്ങളും എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഫിറ്റ് ആകുന്ന രീതിയിൽ. അങ്ങനെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതാണ്. ബാക്കി പണികൾ നമ്മൾ അവിടുന്ന് ചെയ്യും. ഇതൊന്ന് കിട്ടിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഫുട്ടേജ് കണ്ടല്ലോ, നമ്മൾ അവിടെ ഇൻഡസ്ട്രിയിൽ പോയാൽ അവിടുന്ന് നമ്മൾ ഈ ടെയിൽ ടൈഡി നമുക്ക് വേണ്ട രീതിയിൽ ഹോൾസൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഇതിൽ ഇൻഡിക്കേറ്റർ കയറുന്ന രീതിയിലും എക്സ്റ്റെൻഡ് ചെയ്തു 2 സൈഡും. എന്നിട്ടൊരു വിധം കസ്റ്റം ഫിറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ അടിഭാഗം ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പ്രശ്നങ്ങളില്ല.
ഇതിപ്പോൾ RS വേണ്ടിയിട്ട് നമ്മൾ ഈ ടെയിൽ ടൈഡി സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യില്ല, അതല്ല സംഭവം. ഇവിടെ എത്തൂല ഈ സാധനം. ഏത് 2 കോള് കിട്ടൂല? അതിൽ ഒന്നിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ ഏകദേശം സെറ്റായി. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ ബോൾട്ടുമ്മൽ 2 കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കയറ്റി. ഇവിടെ അത് കാണുന്നുണ്ടോ അറിയില്ല. അവിടെ വാഷറിൻ്റെ ഹെഡ് പകുതി കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ. എന്നിട്ട് ഇതാണ് പൊസിഷൻ. ഇനി നമ്പർ പ്ലേറ്റിൻ്റെ ബോർഡ് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ടെയിൽ ടൈഡ് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം പിന്നെ ഇൻഡിക്കേറ്റർ അവിടെ കറക്റ്റ് നിൽക്കാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും സ്പേസർ ഇടേണ്ടി വന്നു. ആ സ്പേസർ ഇട്ട് നീട്ടി പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് പൊസിഷൻ. ഇനി നമ്മൾ ടെയിൽ ലൈറ്റിൻ്റെ ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അത് ഒട്ടിക്കാൻ പോവാം. ഇതിൻ്റെ ബാക്കിലൊരു 3M ടേപ്പ് ഉണ്ട്, അതിൻ്റെ പവറിലാണ് നിൽക്കുക. ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വയറിങ് ആകെ 4-5 വയേഴ്സാണുള്ളത്. അത് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുറത്തോട്ട് എടുക്കണം. ഇതിൽ ഈ ബ്ലാക്ക് വരുന്ന നെഗറ്റീവ്. പലർക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ഡൗട്ട്സ് ആണ് ഇതിൻ്റെ വയറിങ് കാണിക്കാത്തത്. ഞാൻ പിന്നെ എല്ലാവർക്കും അറിയുമെന്നുള്ള നിലക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്ന പാർട്ടുമാണ്. ഇതിലിപ്പോൾ ഇങ്ങനത്തെ സ്ട്രിപ്പ് ലൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ വൈറ്റ് കളറാണ് മോസ്റ്റ്ലി ഇതുണ്ടാവാറ്. ഒന്നുകിൽ പാർക്ക് ലൈറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ്. പിന്നെ റെഡും ഇതിലേതോ ഒന്നാണ് ചെക്ക് ചെയ്യണം. ഇത് ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സിന് പച്ചയും മഞ്ഞയുമാണ് ഉണ്ടാവുക. അങ്ങനെ 5 വയേഴ്സാണ്, തിക്നെസ് കുറഞ്ഞ വയേഴ്സാണ്. ഇതിലിപ്പോൾ 5 വയേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. റെഡ് കളറുള്ളത് ബ്രേക്ക് ലൈറ്റിൻ്റെതാണ്. അത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ മാത്രം കത്തും. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ കത്തുന്ന ഇത് റെഡാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറ് വയറുണ്ടാവും, അത് പാർക്ക് ലൈറ്റിൻ്റെതാണ്. ജസ്റ്റ് ഈ നോർമൽ കത്തി കിടക്കുന്നത്. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കൂടെ ലൈറ്റ് കത്തും. അതുപോലെ തന്നെ പച്ച കളറുള്ളത് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെതാണ്, കണ്ടല്ലോ. അത് പിന്നെ നമ്മൾ ഈ വെക്കുന്ന പൊസിഷൻ അനുസരിച്ചിരിക്കും. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വയർ ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിനുള്ളതാണ് പച്ച വയറ്. പിന്നെ അതുപോലെ തന്നെ അതിലുള്ള മഞ്ഞ വയറ് റൈറ്റ് ഇൻഡിക്കേറ്ററിനുള്ളതാണ്. അപ്പോൾ ടോട്ടലി മൊത്തത്തിൽ കത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഇന്നത്തെ വർക്ക്. നമ്മൾ ടെയിൽ ടൈഡ് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ടെയിൽ ലൈറ്റിന് പകരം സ്ട്രിപ്പ് ഒരു ടെയിൽ ലൈറ്റ് വെച്ചു, അതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ വിംഗ്ലെറ്റ് വെച്ചു. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ കണക്ഷൻ കൊടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫ്ലാഷർ ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് കത്തുന്നത്. തൽക്കാലം നമ്മളെ ഈ റിംഗ് ലൈറ്റിന്മേലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടിനും 2 സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സ്വിച്ച് ഇവിടെ എത്തി കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ അതിൻ്റെ സർക്യൂട്ടിലോട്ട് കിടക്കും. അപ്പോൾ രണ്ടും ഇതും കൂട്ടി ഓൺ ആവും. അപ്പോൾ ലെഫ്റ്റിന്റെ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിലോട്ട് ആ ഇൻഡിക്കേറ്ററിന്റെ കണക്ഷൻ വരില്ല, ഫ്ലാഷർ ഓൺ ആക്കുന്നത്. റൈറ്റിന്റെ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിലോട്ടും കണക്ഷൻ വരില്ല. അങ്ങനെ ആ രീതിയിൽ 2 സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൺവീനിയൻസിന് വേണ്ടി ചെയ്തതാണ്, ഒരിക്കലും നിങ്ങൾ ചെയ്യണം എന്ന് പറയാനല്ല. നമ്മളൊരു കൺവീനിയൻസ് ഫാക്ടറിന് ചെയ്ത ഒരു സർക്യൂട്ടാണ്. ഇതായിരുന്നു ഇന്നത്തെ വർക്ക്. നിങ്ങൾ കണ്ടിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.